समाहय तस्मै श्री गुरुवे नमः। श्री चैतन्य मनोभीष्ट स्थापितं येन भूतले स्वयं रूपं कदा मह्यं ददाति सपदान्तिकं वन्देकं श्रीगुरु श्रीयुतपदकमलं श्रीगुरुन् वैष्णवां च श्रीरूपं साग्रजातं सकलनाथातीतं तदं सजीवं स्वाद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादं सहगणललिता श्रीविशाखान्वितां च नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पवनानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरधीशे नमः। पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुस्तुते देवी प्रणमामि हरिप्रिये। श्री जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासवादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण। ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 9 സൃഷ്ടിസ്ഥിതിക്ക് വേണ്ടി ബ്രഹ്മാവിന്റെ പ്രാർത്ഥന. ശ്ലോകങ്ങൾ 7-8. ശ്ലോകം 7. ദേവേന തേ ഹദതിയോ ഭവത പ്രസംഖാ സർവാനുശുഭോപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലപായതീനാ ലോകാഭിഭൂത മനസ്സോ അകുശലാനി ശ്വസത്. ദേവേന തേ ഹദതിയോ ഭവത പ്രസംഖാ സർവാശുഭോ ഉപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലപായതീനാ ലോകാഭിഭൂത മനസ്സോ അകുശലാനി ശ്വസത്. ദേവേന തേ ഹദതിയോ ഭവത പ്രസംഖാ സർവാശുഭോപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലപായതീനാ ലോകാഭിഭൂത മനസ്സോ അകുശലാനി ശ്വസത്. ദേവേന ദൗർഭാഗ്യത്തിന്റെ വിധിയാൽ തേ അവർ ഹത ദിയ ഓർമ്മയെ മറക്കുന്ന ഭവത അങ്ങയുടെ പ്രസംഗ വിഷയങ്ങളിൽ നിന്നും സർവ എല്ലാ ശുഭകരമല്ലാത്ത ഉപശമനാത് കടിഞ്ഞാണിട്ട നിയന്ത്രിക്കുന്ന വിമുഖത വിരുദ്ധായ ഇന്ദ്രിയങ്ങൾ ഏ അവ കുർവന്തി പ്രവൃത്തി കാമ ഇന്ദ്രിയ സംതൃപ്തി സുഖ സന്തോഷം ലേശ കുറച്ച് ലപായ ഒരു നിമിഷത്തേക്ക് മാത്രം ദീന സാധുക്കൾ ലോഭ അഭിഭൂത ആർത്തിയാൽ ആശയക്കുഴപ്പത്തിലാക്കപ്പെടുക മനസ്സ ഒരുവന്റെ മനസ്സ് അകുശലാനി അശുഭകരങ്ങളായ പ്രവർത്തനങ്ങൾ ശ്വസത് എല്ലായ്പ്പോഴും വിവർത്തനം. ഓ എന്റെ ഭഗവാനെ, അങ്ങയുടെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള സർവശുഭകരങ്ങളായ കീർത്തന ശ്രവണ നിർവഹണം മറക്കുന്നവർ നിശ്ചയമായി നിർഭാഗ്യവരും സദ്വികാരങ്ങൾ വിസ്മരിക്കുന്നവരും ആകുന്നു. അവർ നിമിഷ നേരത്തേക്ക് മാത്രമുള്ള ഇന്ദ്രിയ ആസ്വാദനത്തിലും അശുഭകരങ്ങളായ പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭാതർ കീച്ചേ. ഭൗതിക അസ്തിത്വത്തിന്റെ ഉത്കണ്ഠകളിൽ നിന്നും ശ്രദ്ധകളിൽ നിന്നും പൂർണ്ണമോചനം നൽകുന്ന ഭഗവാന്റെ മഹിമകളും ലീലകളും കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ശുഭകരങ്ങളായ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിരുദ്ധത എന്നാണ് അടുത്ത ചോദ്യം. ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അനുവർത്തിക്കുന്ന അപരാധങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രകൃത്യത നിയന്ത്രണങ്ങൾ അവർ ഹതഭാഗ്യരാകുന്നു എന്നത് മാത്രമാണ് ഇതിനുള്ള ഉത്തരം. എന്തായാലും ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാർ അവരോട് അനുകമ്പയുള്ളവരാണ്. ഭക്തന്മാർ ധർമാനുഷ്ഠാനത്തിന്റെ മാനസിക നിലയോടെ ആ നിർഭാഗ്യവന്മാരെ സ്വാധീനിച്ച് ഭഗവാനു വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ യത്നിക്കുന്നു. പരിശുദ്ധ ഭക്തന്മാരുടെ കാരുണ്യം
കൊണ്ട് അത്തരം ഭാഗ്യഹീനന്മാരായ മനുഷ്യരെ അതീന്ദ്രിയ സേവനത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. ശ്ലോകം 8. ശുദ്രധൃതാതുഭി ഇമ മുഹരുദ്യമാന ശീതോഷ്ണപാതവർഷേ ഇതരേ ഇതരാച്ച കാമാഗ്നിനാച്യുത രുഷച്ച സുദുർഭരേണ സമ്പശ്യതോ മന ഉരുക്രമ സീതതേ മേ. ശുദ്രധൃതാതുഭി ഇമ മുഹരുദ്യമാന ശീതോഷ്ണപാതവർഷേ ഇതരേ ഇതരാച്ച കാമാഗ്നിനാച്യുത രുഷച്ച സുദുർഭരേണ സമ്പശ്യതോ മന ഉരുക്രമ സീതതേ മേ. ശുദ്രധൃതാതുഭി ഇമ മുഹുരുദ്യമാന ശീതോഷ്ണപാതവർഷേ ഇതരേ ഇതരാച്ച കാമാഗ്നിനാച്യുത രുഷച്ച സുദുർഭരേണ സമ്പശ്യതോ മന ഉരുക്രമ സീതതേ. ശുദ്ധ് വിശപ്പ്, ധൃത് ദാഹം, ത്രിധാതുഭി 3 ഫലങ്ങൾ, ഇമ അവയല്ല, മുഹു എപ്പോഴും, ദിയമാന സംഭ്രമിച്ച്, ശീത ശൈത്യം, ഉഷ്ണ വേനൽ, ബാധ കാറ്റ്, വർഷൈ മഴയാൽ, ഇതര ഇതരാറ്റ് മറ്റ് പല ശല്യങ്ങളും, ച അതും, കാമ അഗ്നിയ ശക്തമായ ലൈംഗിക വികാരത്താൽ, അച്യുത രുഷ തളരാത്ത കോപം, ച അതിനും പുറമെ, സുദുർഭരണ അത്യന്തം ദുസ്സഹമായ, സംപശ്യത അങ്ങനെ നിരീക്ഷിക്കുന്ന, മനാൻ മനസ്സ്, ഉരുക്രമ ഓ മഹാനായ അഭിനേതാവേ, സീതതേ ഭീഷണനായ, മേ എന്റെ വിവർത്തനം. ഒരു മഹാനടനായ എന്റെ ഭഗവാനെ ആ സാധുക്കളായ ജീവികളെല്ലാം വിശപ്പ്, ദാഹം, കഠിനമായ ജലം, രക്തസ്രാവം, വിളർച്ച, പിത്തനീര്, ചുമ മൂലമുണ്ടാകുന്ന തണുപ്പ്, പൊള്ളിക്കുന്ന വേനൽച്ചൂട്, മഴ തുടങ്ങിയവ പീഡിപ്പിക്കപ്പെട്ടും അടങ്ങാനാവാത്ത ലൈംഗിക തീഷ്ണയാലും കോപത്താലും വിക്ഷുബ്ധരായും വല്ലാത്ത സംഭ്രമത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഞാൻ അവരോട് സഹതപിക്കുകയും അവർക്ക് വേണ്ടി വളരെയധികം മനോവേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥ ശ്രീല പ്രഭാതർ കി ജയ്. ബ്രഹ്മാവിനെ പോലുള്ള ഒരു പരിശുദ്ധ ഭക്തനും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം നേടിയ വിജയിച്ച വ്യക്തികളും ത്രിവിധ ദുഃഖങ്ങളുടെ കഠിനാക്രമണത്താൽ ശരീര മനസ്സുകൾക്കുണ്ടാകുന്ന വേദനയും ഭൗതിക പ്രകൃതിയുടെ ശല്യങ്ങൾ ഉൾപ്പെടെ മറ്റനവധി ഉപദ്രവങ്ങൾ സഹിച്ച് ക്ലേശിക്കുന്ന ബദ്ധാത്മാക്കളുടെ സംഭ്രമങ്ങൾ ദർശിക്കുന്നതിന് എപ്പോഴും അസന്തുഷ്ടരായിരിക്കും. അത്തരം ക്ലേശങ്ങളെ അതിജീവിക്കാൻ ആവശ്യത്തിന് ജ്ഞാനമില്ലാതെ വരുമ്പോൾ ക്ലേശിക്കുന്നവരിൽ ചില സമയങ്ങളിൽ സ്വയം നേതാക്കളായി ചമയുകയും ആ വ്യാജ നേതൃത്വങ്ങളെ പിന്തുടരുന്ന അനുയായികൾ കൂടുതൽ കുഴപ്പങ്ങളിലും അസൗകര്യങ്ങളിൽ വീഴുകയും ചെയ്യുന്നു. അന്ധനാൽ നയിക്കപ്പെടുന്ന മറ്റൊരു അന്ധൻ കുഴിയിൽ പതിക്കുന്നതിന് സമമാണിത്. ആകയാൽ അവരോട് കൃപയും അനുകമ്പയും ഉണ്ടായി ഭക്തന്മാർ നേരായ പാത പഠിപ്പിച്ചു കൊടുക്കാത്ത പക്ഷം അവരുടെ ജീവിതങ്ങൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ പരാജയങ്ങളായി തീരും. ഭൗതിക കേന്ദ്രീയ ആസ്വാദകരായ വിഡ്ഢികളെ ഉണർത്താനുള്ള ചുമതല ഏറ്റെടുക്കുന്ന സന്നദ്ധരായ ഭക്തന്മാർ ഭഗവാനെ സംബന്ധിച്ച് ബ്രഹ്മാവിനെ പോലെ വിശുദ്ധരാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതില് 7ാമത്തെ ശ്ലോകം, ഇതില് ഈ 9ാമത്തെ അധ്യായം തുടങ്ങുന്നത് വിഷ്ണു ഭഗവാനെ ബ്രഹ്മദേവൻ സ്തുതിക്കുന്നതാണ്. ഇതിൽ 7ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തികളായ ശ്രവണം, കീർത്തനം, നിർവഹണം ഇവ മറക്കുന്ന ഒരുവൻ നിർഭാഗ്യവരും സദ്വികാരങ്ങൾ, അതായത് നല്ല വിചാരങ്ങൾ വിസ്മരിക്കുന്നവരും ആകുന്നു. അവർ നിമിഷ നേരത്തേക്കിന് മാത്രമുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി അശുഭകരങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പാപങ്ങൾക്കും അറുതി വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ മഹിമകളും ലീലകളും കീർത്തിക്കുകയും ശ്രവിക്കുന്ന ശുഭകരങ്ങളായ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര വിമുഖത എന്ന ചോദ്യത്തിന് ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അവർ അനുവർത്തിക്കുന്ന അപരാധങ്ങൾ മൂലമുണ്ടാകുന്ന പ്രകൃത്യത നിയന്ത്രണങ്ങൾ അവർ ഹതഭാഗ്യരാകുന്നു എന്ന മാത്രമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാർക്ക് അവരോട് അനുകമ്പ ഉള്ളവരാണ്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാർ അവരോട് അനുകമ്പ ഉള്ളവരാണ്. ഭക്തന്മാർ ഈ നിർഭാഗ്യവന്മാരെ സ്വാധീനിച്ച്
ഭഗവാനു വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിന്റെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ യത്നിക്കുന്നു. പരിശുദ്ധ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് മാത്രമേ ഈ ഭാഗ്യഹീനന്മാരായ മനുഷ്യരെ അതീന്ദ്രിയ സേവനത്തിന്റെ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് 7ാമത്തെ ശ്ലോകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവ് ഭഗവാനോട് പറയുകയാണ്, നിർഭാഗ്യവന്മാരായ മനുഷ്യരുടെ വിശപ്പ്, ദാഹം, കഠിനമായ ജലം, രക്തസ്രാവം, വിളർച്ച, ചുമ മൂലമുണ്ടാകുന്ന തണുപ്പ്, പൊള്ളിക്കുന്ന വേനൽ ചൂട്, മഴ തുടങ്ങിയവയാൽ പീഡിപ്പിക്കപ്പെട്ടും അടങ്ങാനാവാത്ത ലൈംഗിക തീഷ്ണയാലും കോപത്താലും വിശുദ്ധരായും വല്ലാത്ത ഭ്രമത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവരോട് സഹതപിക്ക് അവർക്ക് വേണ്ടി വളരെയധികം മനോവേദന അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ബ്രഹ്മാവ് ഭഗവാനോട് പറയുന്നത്. ബ്രഹ്മാവിനെ പോലെ പരിശുദ്ധ ഭക്തനും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം നേടിയ വ്യക്തികളും ത്രിവിധ ദുഃഖങ്ങളുടെ, അതായത് 3 തരം ക്ലേശങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആധ്യാത്മിക, ആദിഭൗതികം, ആദിദൈവികം. ഇതുമൂലം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അതിജീവിക്കാൻ ആവശ്യത്തിന് ജ്ഞാനമില്ലാതെ വരുമ്പോൾ ഈ ക്ലേശിക്കുന്നവർ ചില സമയങ്ങളിൽ നേതാക്കളായി ചമയുകയും ആ വ്യാജ നേതൃത്വങ്ങളെ പിന്തുടരുന്ന അനുയായികൾ കൂടുതൽ കുഴപ്പങ്ങളിലും അസൗകര്യങ്ങളിൽ വീഴുകയും ചെയ്യുന്നു. അതായത് ഉദാഹരണത്തിന് അന്ധൻ നയിക്കപ്പെടുന്ന മറ്റൊരു അന്ധനാൽ കുഴിയിൽ പതിക്കുന്നതിന് സമമാണ് ഇത്. ആകയാൽ അവരോട് കൃപയും അനുകമ്പയും ഉണ്ടായി ഭക്തന്മാർ നേരായ പാത പഠിപ്പിച്ചു കൊടുക്കാത്ത പക്ഷം അവരുടെ ജീവിതങ്ങൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ പരാജയങ്ങളായി തീരും. ഭൗതിക ആസ്വാദകരായ ഈ വിഡ്ഢികളെ ഉണർത്താനുള്ള ചുമതല ഏറ്റെടുക്കുന്ന സന്നദ്ധരായ ഭക്തന്മാർ ഭഗവാനെ സംബന്ധിച്ച് ബ്രഹ്മാവിനെ പോലെ ആണെന്ന് ഭഗവാൻ പറയുന്നു. ഹരേ കൃഷ്ണ.